പോവാ മേലേക്ക് എവിടേക്ക് പോവാ ചേട്ടാ? സാധനങ്ങൾ മേടിക്കാൻ വിഷു കണി. എവിടേക്കാ പോണേ? തൃശ്ശൂരാ തൃശ്ശൂർക്ക് പോയാ മതി. തൃശ്ശൂർക്ക് പോയാ മതി. തൃശ്ശൂർക്ക് പോയാ മതി. തൃശ്ശൂർക്ക് പോവാം. കുഞ്ഞിക്കിയുടെ കളർ അറിഞ്ഞിട്ടില്ലല്ലോ. കളർ ഏതാന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. മുട്ടകൾ വിരിഞ്ഞു. എത്ര എണ്ണം വിരിഞ്ഞു? ഏതാ ഇതിന്റെ മദർ? വെള്ളയാ? അന്ന് ലേറ്റ് ആയതുകൊണ്ട് അന്ന് പോയി മേടിക്കാൻ പറ്റിയില്ല. ഇന്ന് പച്ചക്കറിക്കൊക്കെ നല്ല വില കൂടിയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ നിയർ ബൈ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബുള്ളറ്റിലൊന്ന് വെറുതെ റൈഡ് പോയിട്ട് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശക്തൻ മാർക്കറ്റിൻ്റെ അടുത്തുള്ള അവിടെ നിന്നാണ് കേട്ടോ മേടിച്ചത്. പക്ഷെ ഭയങ്കര വിലയായിരുന്നു തോന്നേ. പിന്നെ ഓശാന ഞായറായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിറച്ച് വണ്ടികളും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറി ഫ്രൂട്ട്സ് ഒന്നും മേടിക്കാൻ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പള്ളിയിൽ പോയി വരുന്നവരുടെ ഒരു തിരക്കായിരുന്നു റോട്ടിലുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കടന്ന് നിന്നില്ല. കുറച്ചല്ലേ മേടിക്കാനുള്ളൂ എന്ന് കരുതിയിട്ട് ആ ഗ്രില്ലിൻ്റെ അവിടെ നിന്നിട്ട് തന്നെ കേട്ടോ ഓരോന്ന് പറഞ്ഞ് മേടിക്കുന്നത്. എല്ലാതും ചെറുത് മതിയല്ലോ. നമുക്ക് ഇവിടെ സദ്യ ഇല്ല. കാരണം അച്ഛൻ്റെ തറവാട്ടിലാണ് ഓണവും വിഷുവൊക്കെ ആഘോഷിക്കാറ്. അപ്പം ഞങ്ങൾ കാലത്ത് അങ്ങോട്ട് പോകും. തലേദിവസം പോയിട്ട് വരും, പിന്നെ കാലത്ത് അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് സദ്യ പരിപാടിയൊന്നും ഇവിടെ ഇല്ല, അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് ആകാശപാതയാണ്. തൃശ്ശൂരുള്ളവർക്ക് അറിയായിരിക്കും, ഇത് ശക്തൻ്റെ അവിടെയുള്ള ആകാശപാതയാണ്. നേരത്തെ പോയതുകൊണ്ട് തന്നെ വലിയ തിക്കും തിരക്കില്ലാണ്ട് അത് വാങ്ങിച്ച് വരാൻ പറ്റിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച മേടിച്ച് വെക്കായിരുന്നു, സമയമില്ലാത്തതുകൊണ്ടായിരുന്നു. മുന്നേ ചെയ്ത് വെക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. പക്ഷെ അഭിച്ചേട്ടൻ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്യുന്ന ആളാണ് കേട്ടോ. ചക്ക മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ചക്ക കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ അച്ഛൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. അച്ഛൻ്റെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നുണ്ട് ആള്. പച്ചാഞ്ഞക്ക് 2 ചക്ക വേണം, ഒരെണ്ണം വീട്ടിലേക്കും ഒരെണ്ണം ഇവിടേക്കും പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നോ പൊട്ടിക്കാൻ? ടാറ്റാ. പടക്കം മേടിച്ചാ? അബ്ചേട്ടൻ കാലത്ത് തന്നെ പോയിട്ട് കണിക്കൊന്ന് പൊട്ടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ തമിഴ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അയ്യപ്പൻജിയും തേൻമൊഴി ചേച്ചിയും കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഫ്രെയിം. അപ്പോൾ അത് ഞങ്ങൾ കൊളുത്തിടാൻ ലേറ്റായിരുന്നു. ഇന്നിപ്പോൾ അബ്ചേട്ടനെ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു വേഗം കൊളുത്തിട്ടോളാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇഡ്ഡലി മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ട് പിന്നെ നേരെ ഞാൻ അബ്ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ. ഇഡ്ഡലി ആയതുകൊണ്ട് ഇഡ്ഡലി എന്ത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ദോശയാണ് രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കാറ്. പക്ഷേ അതിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ പിന്നെ ഒറ്റയടിക്ക് അത് കഴിഞ്ഞല്ലോ. പിന്നെ സാമ്പാർ ഇരിക്കുന്നുണ്ട്. ഇച്ചിരി ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും സംക്രാന്തി തന്നെ കഴിയും. ഇവിടങ്ങളിലൊക്കെ നോണാണ് കേട്ടോ ഇവിടെ വെക്കാറ്. അപ്പം ഞാൻ ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി വെക്കാം. അബ്ചേട്ടനാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഹൗസ് വാമിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അബ്ചേട്ടൻ അങ്ങോട്ട് പോകുന്ന മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മക്കൾക്കും വേണ്ടി മാത്രം മതി. വൈകുന്നേരം മിക്കവാറും അബ്ചേട്ടൻ്റെ വീട്ടിലായിരിക്കും. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് കേട്ടോ, എന്താ കറി വെക്കും, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതും ആലോചിക്കുന്നുണ്ട്. ഇടങ്ങളിലൊക്കെ വിഷു സംക്രാന്തിയുടെ അന്ന് നമ്മൾ വീടൊക്കെ അടുക്കി പെറുക്കി വേസ്റ്റും കച്ചറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് തള്ളണം എന്നാണ്, പുറത്തേക്ക് കളയണം എന്നാണ് കേട്ടോ പറയാം. പഴയ ആൾക്കാർ ആചരിച്ചു വരുന്ന ഓരോ കാര്യങ്ങളാണ്. വീട് വൃത്തിയാക്കുക, അത്രയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ആഘോഷം വരുന്നതിന് മുന്നേ വീട് വൃത്തിയാക്കുക, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്ക് അഭിച്ചേട്ടൻ ഇവിടെ ഡ്രില്ലൊക്കെ ചെയ്ത് ആണിയൊക്കെ അടിച്ച് സ്ക്രൂ ഒക്കെ കയറ്റി ഫ്രെയിം ഹാങ് ചെയ്യാനുള്ള ഫുള്ള് സെറ്റപ്പ് ആയിട്ടാട്ടോ അവിടെ നിൽക്കുന്നത്. അഭിച്ചേട്ടൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പ്ലേസ് ഡിസൈഡ് ചെയ്യാനാണ് അവർ 3 നേരം ഒരു സെറ്റായിരുന്നു. അപ്പോൾ അവിടെ ആകെ കൺജസ്റ്റഡ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ. ലിവിങ്ങിൽ ഒരുപാട്
സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ശ്രദ്ധിക്കില്ല. അത് കാരണം ഞാൻ ഡൈനിങ്ങിൽ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കുറച്ച് സിമ്പിളായിട്ട് എല്ലാം ചെയ്യണമായിട്ടാണ് ഇവിടെ വരുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നേരത്തെ വിളിച്ച് തുടങ്ങണം. പാട്ട് ക്ലാസ്സൊക്കെ പോയി തുടങ്ങണം. ഇനി ഓരോ ദിവസങ്ങളും ഓരോ പ്രോഗ്രാം ആയതുകൊണ്ട് പാട്ട് ക്ലാസ്സിലൊന്നും പോലില്ല. അപ്പോൾ അമ്മ എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം. അതെ, ഫ്രണ്ട്സിനൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും എപ്പോഴാണ് നീ എഴുന്നേക്കുന്നത്, ക്ലോക്ക് കാണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈയപ്പഞ്ചിയും പിന്നെ തേൻമൊഴി അല്ലേ ചേച്ചിയുടെ പേര്, ചേച്ചി കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കുറച്ച് സെറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഈ ഭിത്തിയിലെ വെക്കാൻ പറ്റുള്ളൂ. ഇത് വയ്ക്കുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ട്. ഇവർക്ക് അവർ ലീവിങ്ങിൽ വെക്കാണെന്നാ പറഞ്ഞോ. ലീവിങ്ങിൽ ട്രോഫി കൊണ്ട് നിറഞ്ഞിട്ടിരിക്കണം. ഞാൻ അതിൻ്റെ മുകളിൽ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. പച്ചക്കറി ഭയങ്കര പൈസയാണ്. നാളികേരം എത്ര പോരെ, നാളികേരം മേടിച്ചിട്ട് അയാൾ വെച്ചില്ല. കവർ കെട്ടി തന്നാ നോക്കിയാൽ മതിയായിരുന്നു. മഴ പെയ്തപ്പോൾ കണിക്കൊന്നൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നല്ല അവിടത്തെ. അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചേക്കാം. ഇതെന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും വാടും കേട്ടോ. അങ്ങനെ ഇരിക്കൊന്നുമില്ല. നിങ്ങൾക്ക് മാല കെട്ടണമെന്ന് ഞാൻ കിട്ടുകൊണ്ട് മുല്ലപ്പൂവും അച്ചാച്ചൻ്റെ അവിടെ ചെത്തി നിൽക്കണില്ലേ കുറച്ച്. ഓക്കെ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കിച്ചണിൽ കയറി റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ കഴുകി വെച്ചു കേട്ടോ. അബ്ചേട്ടൻ എനിക്ക് കുറച്ച് ക്ലീനിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം അബ്ചേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പോകാനും കേട്ടോ. അപ്പോൾ അങ്ങ് വരെ എത്തണം. പിന്നെ 1-2 സൈറ്റിൽ കയറാനുണ്ടെന്നും പറഞ്ഞായിരുന്നു, മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പുതിയ റീൽ എടുക്കണ്ട അബ്ചേട്ടാ. അബ്ചേട്ടാ ആരാധകർ ഇനി അബ്ചേട്ടൻ ചോദിച്ചു തുടങ്ങും എവിടെ ആദ്യം അവരില്ലാണ്ട് ഇനി ഞങ്ങൾ വീഡിയോ കാണില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രശ്നവും. വേഗം തിരിച്ചു വരാം, ഒരു 2 മണിക്ക് ആകുമ്പോഴേക്കും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആള് പോയത്. പക്ഷെ വരുമ്പോൾ 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഏതാ ദിവസാമിയെ? ഇന്ന് വിഷുവിന്റെ തലേസാണ്. ഇന്ന് 14. ഇന്ന് 13-ാം തീയതി ആട്ടാ. അപ്പൊ നാളെ വിഷു ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളാണ്. കാലത്തല്ലത് ഇൻട്രോ എടുക്കുന്ന, ഉച്ചയായിട്ടുണ്ട് ഇൻട്രോ എടുക്കാൻ. അപ്പൊ ഞങ്ങൾ എല്ലാവരും പവറായി വന്നപ്പോ 1 മണിയായി. എണീറ്റതും ഒക്കെ നേരം വൈകിട്ട് എണീറ്റത്. ഞങ്ങൾ ഇന്നലെ എത്തിയപ്പോ എത്ര മണിയായിന്ന് അറിയോ? എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വരുമ്പോ 12 ഇല്ല 12 എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. ഇതിന് അതൊക്കെ എടുക്കുമ്പോഴോ 12 മണി കഴിഞ്ഞിട്ട് എത്തുമ്പോ ഞാൻ അബ്ചേട്ടനെ വിളിച്ച കോളുണ്ടോ നോക്കി അറിയാം. ആ ഒരു സമയമായിട്ടുണ്ട് വരുമ്പോ. അപ്പൊ വന്ന പാടെ ഇവര് 2 പേരും കിടന്നുറങ്ങി. കുളിക്കാണെന്ന് പറഞ്ഞിട്ട് കിടന്നതാ. എന്നാ പോയി കിടന്നു എന്ന് പറയേണ്ട താമസം 2 പോയി കിടന്നുറങ്ങി. അപ്പൊ എണീറ്റപ്പോ 9 മണി ഒക്കെ ആയിട്ടുണ്ട്. ഞാനും അബ്ചേട്ടനും കൂടെ തൃശ്ശൂർ പോയിട്ട് സാധനങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നു. ഞങ്ങള് പച്ചക്കറിയും ഫ്രൂട്ട്സും കണി വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് വന്നു. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉച്ചക്കലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി ക്ലീനിങ്ങാ. അബ്ചേട്ടൻ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് അബ്ചേട്ടൻ പോയി. പിന്നെ ഇതൊക്കെ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരം പടക്കം പൊട്ടിക്കണം, കമ്പിത്തിരി കത്തിക്കണം, പരിപാടികളുണ്ട്. അപ്പൊ ഇന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടാവും. ഞങ്ങൾ നല്ല കാണിക്കാനുള്ള ഏരിയയിൽ എത്തുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ ആമി ഇന്ന് ക്ലീൻ ചെയ്യണ വീഡിയോ നിങ്ങൾക്ക് കാണാട്ടാ. ആമിയുടെ ട്രോഫികളൊക്കെ അതെ തുടച്ച് വീണ്ടും കേറ്റാണ്. ഉച്ചയായി, നിനക്ക് ചോറ് തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ
കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ലേറ്റായിട്ട് കഴിച്ചേക്കുന്നേ. അപ്പോൾ അവൻ ഇടനേരം ഫുഡ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ സ്നാക്സ് എന്തെങ്കിലുമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ചോറിനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആദ്യം മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നിനക്ക് ചോറ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ സമാധാനിപ്പിച്ചിരുത്തിയേക്കാട്ടാ. അപ്പോൾ ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മീൻ വറക്കാൻ കഴിഞ്ഞ വീക്കിൽ ഞാൻ നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ച് വാരി തുടച്ച് അവിടെ ഓപ്പൺ ടോറസ് 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് വലിയ സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. കാരണം ഒറ്റ ദിവസം തന്നെ മുകളിലും താഴെയും വൃത്തിയാക്കി വരുന്നതുകൊണ്ട് പണിക്കുറ്റം തീരുമായിരുന്നു. ഇന്ന് എനിക്ക് അത്ര സ്ട്രെസ് ഇല്ല. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. തലേ ദിവസം ഞങ്ങൾ പത്തനംതിട്ടയൊക്കെ പോയി ഒക്കെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം എൻ്റെ കണ്ണിലുണ്ട്. എനിക്കിതിപ്പോൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് നന്നായി അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പിള്ളേരും അതാ കൂട്ടിയത്. കാരണം ഇവർ ഫുൾ ടൈം യൂട്യൂബ് ചാനൽ വെച്ചുകൊണ്ടിരിക്കുക പരിപാടി. ഇപ്പോൾ വെക്കേഷൻ ആയപ്പോൾ അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ കേരള വിഷൻ ചാനൽ വെക്കാൻ പറഞ്ഞു. ഇവർ എൻ്റെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ വീണ്ടും യൂട്യൂബ് ചാനൽ തന്നെ വെക്കും. അപ്പം ഞാൻ അവരെയും കൂടെ കൂട്ടി. നല്ലതല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിക്കണം, നല്ലതല്ലേ. പക്ഷേ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട പണി 1/2 മണിക്കൂർ 3/4 മണിക്കൂറിലേക്കൊക്കെ നീളും കേട്ടോ. നല്ല മടിയാ. ആദ്യം പിന്നെ നിൽക്കും. പക്ഷെ അവൻ വിശക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇന്ന് മടി കാണിച്ചായിരുന്നു കേട്ടോ. ആമിക്ക് നല്ല മടിയാ. അവൾക്ക് തീരെ ഇഷ്ടമല്ല ഇങ്ങനത്തൊന്നും ചെയ്യാനായിട്ട്. പക്ഷെ ചെയ്യണ്ടേ, എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ അവൾക്കൊന്നും അറിയില്ല. അതെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നിൽക്കുള്ളൂ. പക്ഷെ ആദ്യം നിൽക്കാറുണ്ട്. പക്ഷെ അവന് മൊത്തത്തിൽ കാലത്ത് 2 ഇഡ്ഡലിയേ കഴിച്ചിട്ടുള്ളൂ. ഞാൻ ഫുഡ് നന്നായി കഴിക്കാൻ പറഞ്ഞതാണ്, പക്ഷെ അവൻ കഴിച്ചില്ല. പിന്നെ നിറച്ച് പൊടിയാണ് അവിടെ. അപ്പോൾ അതൊന്നും അടിച്ച് വാരി കഴിഞ്ഞ് കൊടുത്തില്ലെങ്കിൽ അവന് വീണ്ടും തുമ്മൽ വരും. അവന് നല്ല അലർജിയുടെ പ്രശ്നമുണ്ട്. സംഘടിപ്പിച്ചു. എവിടെ നിന്നൊക്കെയാണെന്നറിയോ? ഇത് നമ്മുടെ വീട്ടിൽ നിന്ന്, ഇത് അച്ചാച്ചൻ്റെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന്, ഇത് സുബുത്താടെ അവിടെ നിന്ന്. സുബുത്താടെ തുളസി ഒന്നും ഇവിടെ ഇല്ല. തുളസി ഒന്നിലും ഇല്ല തുളസി. അപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചു. അങ്ങനെ സംഭവങ്ങളെല്ലാം ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് തുടങ്ങി. നമ്മൾ എപ്പോഴാണ് ഓർക്കാതിരിക്കാറ്? രാത്രി ഒന്ന് കഴിഞ്ഞ ദിവസം ഓർമ്മയുണ്ട്. 12 മണിക്ക് കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ പാട്ട് പാടാനൊക്കെ ഇരുന്നിട്ട് ഓർമ്മയില്ലേ? എന്നിട്ട് അവരൊക്കെ നേരത്തെ കിടക്കണവരാന്നൊക്കെ പറഞ്ഞ് പച്ചക്കറി എനിക്ക് മാല കിട്ടാൻ തന്നെ ഇരുന്നേ. അവിടേക്കുള്ള മാലയും കിട്ടി, ഇവിടേക്കുള്ള മാലയും കിട്ടി. ഇല്ല ഇവിടേക്കുള്ളതിനെ കിട്ടിയുള്ളൂ. അവിടേക്ക് അമ്മാമ്മേനെ കിട്ടിയാവുന്നുണ്ട് അല്ലേ. എന്നിട്ട് ഇവിടെ നമ്മളിരുന്ന് അപ്പൊ അവിടേക്കുള്ളത് കെട്ടിയിട്ട് കൊടുത്തിട്ട് പോകുന്നു. ശരിയാ, എന്ത് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ വന്നിട്ട് കുറെ നേരം ഇരുന്നു. കൃഷ്ണനെ വെക്കാണ് നടന്നത്. അപ്പൊ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുമ്പോ പണികൾ ചെയ്യായിരുന്നു ഞങ്ങൾ 3 പേരും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിച്ചു. പണികളൊക്കെ ഒരു ഇത് ഒതുക്കിയിട്ട് ഞങ്ങൾ അവിടേക്ക് പോയിട്ട് പൂവൊക്കെ പൊട്ടിക്കാൻ പോയേക്കായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെയൊക്കെ വിഷു സംക്രാന്തിയുടെ അന്ന് നോണ വെക്കുക. പല നാട്ടിൽ പല പോലെയാണല്ലോ. ഇവിടെയൊക്കെ ആ നോണ വെക്കും. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പിന്നെ കുളിച്ചത്. ഈ മാലയൊക്കെ കെട്ടേണ്ടത് കൊണ്ട് ഞാൻ നേരത്തെ കുളിച്ചില്ല. ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചത്. പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ കണിയൊക്കെ വെക്കാണ്ടല്ലോ. പിന്നെ എന്നിട്ടോ ഇനി വീട്ടിലേക്ക് പോകണം. അച്ഛൻ്റെ അവിടേക്ക് പോവാറുണ്ടോ? വെറൈറ്റി പടക്കം മേടിച്ചിട്ടുണ്ടാവും. അച്ഛനാണ് വെറൈറ്റി സാധനങ്ങൾ മേടിക്കുക. ഇപ്പൊ എത്രയൊക്കെ അമിട്ട് പോലെയൊക്കെ പൊട്ടില്ലേ, അതൊക്കെ അച്ഛനാ മേടിക്കുക. അച്ഛനെ എവിടെ പോയിരിക്കും, അച്ഛൻ്റെ അവിടെ പോകും. ഇവിടെ പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ വെറൈറ്റി. പിന്നെ ഇപ്രാവശ്യം അവിടെ കുറെ ആൾക്കാരും ഉണ്ട് കേട്ടോ പൊട്ടിക്കാൻ. അവിടെ ഫ്രണ്ടിലത്തെ വീട്ടിൽ കുറെ പിള്ളേരുണ്ട്. അപ്പൊ എല്ലാരും കൂടെ കത്തിക്കുമ്പോൾ രസമല്ലേ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ നിന്ന് ഒരു 3-4 കമ്പത്തിരിയൊക്കെ കത്തിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ട് കുറച്ച് മേശപ്പൂവൊക്കെ കത്തിച്ചിട്ടാണ് ഞങ്ങൾ അബ്ചേട്ടൻ്റെ വീട്ടിൽ പോയത്. അപ്പോൾ അവിടെ നിന്ന് ഉണ്ണിക്കുട്ടൻ ഇപ്പോഴേ വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. നിങ്ങൾ എപ്പോഴെത്താ, എപ്പോഴും ഞങ്ങൾ കത്തിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു കുഞ്ഞ് നമ്മൾ വീട്ടിൽ അറിയണമല്ലോ വിഷുവായിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കമ്പിത്തിരി 2 മേശപ്പൂവൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ നേരെ അബ്ചേട്ടൻ്റെ അതിൻ്റെ ഇടയിൽ അവിടെ നിന്നുള്ള ഫോൺ വിളിയും ആദിക്കും ദിക്കും തിരക്കായി. അമ്മ പോവാം, അപ്പഴത്തേനും അവിടെ കഴിയും, എല്ലാവരും കൂടെ കത്തിക്കുമ്പോഴേ രസം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞതേ ഞങ്ങളിപ്പോൾ അബ്ചേട്ടൻ്റെ വീട്ടിലെത്തി. അവിടുത്തെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞത് ഞങ്ങളുടെ വീട്ടിലെത്തി. ചമ്മി ഇതിൽ കുത്തിയിട്ട് ഇങ്ങനെ നീട്ടി പിടിക്കണം വേത്താവാതിരിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് കമ്പിത്തിരി കഴിഞ്ഞിട്ട് കൊണ്ടുവരണം. അതിലേക്ക് ഇടിക്കട്ടും. മൂളി കത്തിക്കുമ്പോ അവിടെ പോയി നിൽക്കരുത്, ശ്രദ്ധിക്കണം. ചൂടാണ്. കുഞ്ഞിയുടെ ഉറക്കമത്ത് മാറിയാ
ഉറക്കത്തിന്ന് പോന്നാ ആ വന്നു ഓക്കെ ആയാ ഡാ നിന്റെ ചെരുപ്പോ ചെരുപ്പിടാണ് വരരുത് ചെരുപ്പിട് ഇവിടെ ഇന്നത്തെ ഫയർ വർക്ക്സ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ് ഇപ്പൊ കത്തിക്കല്ലോ അതും തെറിച്ചാ മേലിക്ക് പടക്കം പൊടിയുമ്പോൾ ആദ്യം നമ്മൾ പടക്കത്തിന് ഇങ്ങനെ നോക്കണം ഇതിങ്ങനെ പൊന്തിച്ച് അങ്ങോട്ട് താഴേക്ക് മുകളിലേക്കൊക്കെ നോക്കണം അത് കഴിഞ്ഞിട്ട് പടക്കത്തിന് കെട്ടി നോക്കിയിടണം കഴുത്തിൽ കെട്ടിയിടുന്ന പോലെ തന്നെ സൂസൈഡ് ഇടുന്ന പോലെ കെട്ടി ഞാട്ടിടണം അടി കൂടെ കത്തിച്ചങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് പടക്കം പൊട്ടിച്ചടി കഴിഞ്ഞ പ്രാവശ്യം ഒരു കഥ ഉണ്ടായിരുന്നു ഞാൻ പറയാട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഒരു കഥ ഉണ്ടായിരുന്നു ഇവിടെ ഫ്രണ്ട്സ് പറഞ്ഞു എന്റെ അച്ഛൻ കയ്യിൽ വെച്ച് പടക്കൊക്കെ പൊട്ടിക്കുന്നു പറഞ്ഞു പതിച്ചേട്ടൻ പെട്ട് പിള്ളേരെ അടുത്ത് പറയുന്നത് പൊട്ടിക്കണ്ടേ എന്നിട്ട് പൊട്ടിച്ച് കാലൊക്കെ പൊട്ടി പൊള്ളിച്ചിട്ട് ലാസ്റ്റ് ഇപ്പൊ വീതിച്ചു തുടങ്ങി കത്തിച്ച് മതിയാവണില്ല അലാമിയെ മതിയാവണില്ല എന്തൂരെ കത്തിച്ചു കൂട്ടിയെന്നറിയ ഇതൊക്കെ കത്തിച്ചതാ മതിയായിട്ടില്ല കുഞ്ഞിയുടെ പേടി മാറിയ കുഞ്ഞിയെ കുറച്ച് മാറിയിട്ടുള്ള മിന്നുന്റെയോ മിന്നൊരു മീഡിയത്തിലൊന്ന് നിക്കാം ധൈര്യശാലി ആയത് നടന്നു അതൊക്കെ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചാ മതി മാറി നിക്ക മിന്നെ നല്ല ധൈര്യശാലി ആയതാണ് ചേട്ടാ ഒരു മേശപ്പൂ ചീറ്റി സൈഡിക്ക് പോയി ആ അത് പേടിച്ചു അത് മിന്നു പേടിച്ചു വല്ലാണ്ട് ആവേശം കയറിയപ്പോ പറ്റിയതാ ഇന്നത്തെ ഇവിടത്തെ ദിവസം നിനക്കോ മതിയിട്ടില്ലേ നിനക്ക് പേടിയായിട്ടല്ലേ പ്രശ്നം തുടങ്ങിയേ പിന്നെ അപ്പൊ കുഞ്ഞി ബൈ അവിടെ മാല കിട്ടി കൊടുക്കണോ ബൈ മീനോ Happy wish you guys. നമ്മുടെ അവിടെ പൊട്ടിച്ച് അങ്ങനെ രണ്ട് വീടുകളിലെയും കത്തിക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അമ്മച്ചാൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടാ അപ്പോൾ അവിടെ ഫുഡ് കഴിക്കണം പിന്നെ അമ്മയ്ക്ക് മാല പുറത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് ഇനി അവിടെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ പൊട്ടിക്കാൻ പോകാൻ നിന്ന് കഴിഞ്ഞാൽ അവർ ലേറ്റ് ആവും അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് ചെയ്യാന്ന് വെച്ചാൽ വെടിക്കെട്ട് പരിപാടികൾ കമ്പിത്തിരി പരിപാടികൾ അവസാനിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരാം അപ്പോൾ ഒരു സമയം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ മാല നോൺ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മാല കെട്ടാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ മാലയൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ പോയത് സാധാരണ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കാറുണ്ട് പക്ഷെ ഇന്ന് അരിഞ്ഞൊന്നും വെച്ചിട്ടൊന്നുമില്ല ഞാൻ ചോദിക്കാനും എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ വീട്ടിൽ എത്തിയപ്പോഴാണ് ഞാൻ ആലോചിച്ച അയ്യോ പച്ചക്കറിയുടെ കാര്യം ചോദിച്ചില്ലല്ലോ അത് ചിക്കൻ കറിയും ചോറൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവിടെ ഡിന്നറിനായിട്ട് ഉണ്ടായിരുന്നത് കഴിക്കാൻ കുളിക്കണം കുളിച്ചിട്ട് വേണം ഇനി കണി വയ്ക്കാൻ കുളിച്ചോ
ഞങ്ങൾ വീട്ടിൽ തിരിച്ച് എത്തി ഗൈസ്. ഇനി ഞങ്ങൾ കണി വെക്കാൻ പോവുകയാണ്. എന്റെയും പോയി. ഞാൻ കണി വെക്കണമെന്നുണ്ടെങ്കിൽ കുളിക്കണം. കുളി കണി കണി കുളി. ചാവി തരോ? കുളിക്കാൻ വേണ്ടിട്ട് ഞാൻ ഉച്ചക്ക് കുളിക്കാൻ ഞാൻ അപ്പൊ രാവിലെ രാത്രി കുളിക്കണ്ട, ഉച്ചക്ക് കുളിച്ചാൽ മതി. അങ്ങനെ മേലൊക്കെ കഴുകി വന്ന് ഞാൻ വിഷുക്കണിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. കാലത്തെ എണീറ്റ് എനിക്ക് കാണണമല്ലോ, എന്നിട്ട് എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു ഹൗസ് വാമിങ്ങിന് ഫ്രീ കിട്ടിയൊരു പീഠമാണ്. അപ്പോൾ അതിൻ്റെ പീഠത്തിൻ്റെ മുകളിലാണ് ഞാൻ കൃഷ്ണനെ ഇരുത്തിയത്. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സും പച്ചക്കറി സാധനങ്ങളൊക്കെ ഞാൻ മേശമേൽ നിരത്തി വെച്ചിട്ട് ഓരോ സൈഡിൽ നിന്ന് ഞാൻ ഇതിങ്ങനെ റെഡി. ഓരോ വർഷം പോകുന്തോറും ഞാൻ കരുതുട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡെക്കറേഷനിലായാലും ഇതിലായാലും ആഡ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ പല തവണയും അത് നടക്കാറില്ല. ഞാനൊരു ഉരുളി ഓടിനെ മേടിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. എല്ലാ പ്രാവശ്യം വിചാരിക്കുമ്പോൾ എന്തുകൊണ്ട് അത് നടക്കും. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് കേട്ടോ. ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ ഉണക്കല്ലരി ഉരുളിയിലിടുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയായിരുന്നു മേടിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഓരോ സൈഡിൽ നിന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. കറക്റ്റായിരുന്നു. ഉരുളിയിൽ നിന്ന് പുറത്തേക്ക് ഉള്ളിയതില്ലെന്ന് എല്ലാം കാണുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് തന്നെയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം. അങ്ങനെ പിന്നെ അബ്ചേട്ടൻ കൊണ്ടുവന്ന കണിക്കൊന്നൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇതൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, കണിക്കൊന്ന അധികം നേരം നിൽക്കുന്ന ഒരു ഫ്ലവർ അല്ല. പിന്നെ ഞാൻ കൃഷ്ണനെ അണിയിച്ചു കൊടുത്തു. ഞാൻ കെട്ടിക്കൊടുത്ത മാലയും എല്ലാതും റെഡിയാക്കി. അപ്പം അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് വൃത്തിയാക്കി വരുന്നതോട് കൂടെ മേശയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് ഓരോന്ന് ചെയ്തത്. മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ധാന്യങ്ങളൊന്നും വെക്കാറില്ലായിരുന്നു. അപ്പം അതിനുള്ള എങ്ങനെയാണ് ചെയ്യാമെന്ന് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തേൻമൊഴി ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു പ്ലേറ്റ് പോലത്തെ ഗണപതിയുടെ ഒക്കെ ഉള്ളത്. അപ്പം അതിൽ വെക്കാൻ കരുതി ഞാനിങ്ങനെ ഓരോ പാർട്ടായിട്ട് അങ്ങനെയാണ് കേട്ടോ വെച്ചത്. ഞാൻ കൃഷ്ണനെയൊക്കെ സെറ്റ് ചെയ്തു കേട്ടാ. ഞാൻ അമ്മയും കൂടിയിട്ടാ ചെയ്തേ. ഇതൊക്കെ സെറ്റ് ചെയ്തു. ഇനി അമ്മ കിടന്നുറങ്ങാൻ പോവാം. അമ്മ എഡിറ്റ് ചെയ്യാൻ പോവാ. എനിക്ക് വിഷുവിൻ്റെ വീഡിയോ കുറേ നാൾ കഴിഞ്ഞിട്ടിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് എഡിറ്റ് ചെയ്ത് കിടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ എൻ്റെ മാക്സിമം ഞാൻ ഇരിക്കും. ഒരു നാളത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ട് വേണം കിടക്കാൻ. പോയി കിടന്നുറങ്ങിക്കോട്ടോ. ഗുഡ് നൈറ്റ്, ഹാപ്പി വിഷു അഡ്വാൻസ്. അല്ല 12 മണി കഴിഞ്ഞ് 12:15 അങ്ങോട്ട് അതിൻ്റെ വീട്ടിലും പോയി വന്ന പടക്കം പൊട്ടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ലോണം ലേറ്റായി. എല്ലാ വിഷയം അങ്ങനെയാട്ടോ, എല്ലാ വിഷയം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു കാര്യം മാത്രമേ ഉണ്ടാവാറില്ല. പക്ഷെ ഞങ്ങൾ കിടക്കുമ്പോൾ ഈ സമയമൊക്കെ ആവാറുണ്ട്. കൃഷ്ണൻ ഞങ്ങൾ മാല കെട്ടാനുള്ള സമയം എഡിറ്റ് അല്ലേ? അല്ലെങ്കിൽ മാല വൈകുന്നേരം തന്നെ കെട്ടാറ്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ ഞാൻ കാലത്തേക്ക് കൊളുത്തിട്ട് അവർ വിളിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ ബൈ. ബൈ.